കറുപ്പിക്കാൻ പല മാർഗങ്ങളും തേടുന്നവരാണ് മുടി നരച്ചവർ. അതിന് എളുപ്പവഴി എന്ന രീതിയിൽ മിക്കവരും ഉപയോഗിച്ചു വരുന്നത് ഹെയർ ഡൈ ആണ്. ഇത് ചിലരുടെയെങ്കിലും ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. കാരണം മുമ്പൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞവരുടെ തലയിലായിരുന്നു നരയുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് 20-24 വയസ്സുള്ളവരുടെ തലയിൽ തന്നെ നര വരുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ആൾക്കാർ ഇതിന് പരിഹാരമായി ഹെയർ കളർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നു. ഇത് മുടിക്ക് മാത്രമല്ല, ചർമ്മത്തിനും ആരോഗ്യത്തിനുമെല്ലാം ഏറെ ദോഷം ചെയ്യുന്നവയാണ്. ഇതിന് പരിഹാരമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നാച്ചുറൽ ഡൈ പലതുണ്ട്. മുടിക്ക് ടെമ്പററി ആയിട്ട് കളർ കൊടുക്കാൻ സഹായിക്കുന്ന, അതായത് മുടിയുടെ പുറമേയുള്ള പ്രോട്ടീൻ്റെ പുറത്ത് കുറച്ചു നാളത്തേക്ക് പറ്റിപ്പിടിച്ച് കിടക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒന്ന്, കഞ്ഞിവെള്ളത്തിൽ തയ്യാറാക്കാം. നമ്മുടെ എല്ലാം വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വേണ്ടത്. ഇതിൽ വിറ്റാമിൻ ബി അടക്കമുള്ള ധാരാളം പോഷകങ്ങളുണ്ട്. സ്വാഭാവിക ഈർപ്പവും മിനുസവും നൽകുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. 2, കാപ്പിപ്പൊടി. ഇത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുടി കറുപ്പിക്കാൻ പൊതുവെ ഉപയോഗിച്ച് വരുന്ന ചേരുവയാണ് കാപ്പിപ്പൊടി. ഇത് പല നാച്ചുറൽ ഹെയർ ഡൈയിലും മിക്ക ചേരുവയുമാണ്. 3, ചെമ്പരത്തിപ്പൂവ്. പണ്ട് കാലം മുതൽ മുടി സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. മുടി പെട്ടെന്ന് വളരാനും ഷാംപൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും ഗുണങ്ങൾ ഒരുപോലെ നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ചെമ്പരത്തി. 4, ഇൻഡിക പൗഡർ. മൈലാഞ്ചിപ്പൊടിയും ഇൻഡികയുമെല്ലാം ഡൈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇത് മുടിക്ക് കറുപ്പ് നൽകാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. നെല്ലിക്കപ്പൊടി കൂടി വേണമെങ്കിൽ ഈ കൂട്ടിൽ ചേർക്കാം. മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് നെല്ലിക്ക. ഇത് മുടിയുടെ കറുപ്പിന് നല്ലതാണ്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം: അല്പം വെള്ളമെടുത്ത് ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തി പൂക്കളിട്ട് തിളപ്പിക്കുക. ഇതിൻ്റെ നിറം പൂർണ്ണമായും വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂക്കൾ വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് കാപ്പിപ്പൊടി കൂടി ഇടണം. പിന്നീട് തലേന്നത്തെ കഞ്ഞിവെള്ളം 2-3 സ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കട്ടിയാകുമ്പോൾ വാങ്ങി മാറ്റി വയ്ക്കാം. ഇതൊരു വിധം ചൂടാറുമ്പോൾ നെല്ലിക്കപ്പൊടി, ഹെന്ന, ഇൻഡികപ്പൊടി എന്നിവ ഇതിലേക്ക് ചേർത്തിളക്കി ഒരു ഇരുമ്പ് ചട്ടിയിൽ ഇറക്കി ഒരു ദിവസം വയ്ക്കാം. പിറ്റേന്ന് ഇത് മുടിയിൽ പുരട്ടാം. അകാല നരയ്ക്കുള്ള പരിഹാരം മാത്രമല്ല, മുടി സമൃദ്ധമായി വളരാനും ഇത് നല്ലതാണ്. നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന ഘടകം പഴകിയ ഇരുമ്പ് ചീനച്ചട്ടിയാണ്. അല്പം തുരുമ്പുള്ള ചീനച്ചട്ടിയാണെങ്കിൽ കൂടുതൽ ഉത്തമം. ഇതിൽ ഫെറിക് ഓക്സൈഡ് മുടിയുടെ പ്രോട്ടീൻ കവറിങ്ങിന് ഒരു ഡാർക്ക് യെല്ലോ പിഗ്മെന്റേഷൻ കൊടുക്കാൻ സഹായിക്കുന്നു. ഇത് കൂടുതൽ സമയം മുടിയിൽ പിടിച്ചു കിടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ചീനച്ചട്ടിയിൽ 2 സ്പൂൺ കാപ്പിപ്പൊടി ഇടുക. ഒപ്പം 2 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിളക്കി ഇതിൻ്റെ ഒപ്പം തന്നെ 3 സ്പൂൺ തൈര് ചേർത്ത് കുഴയ്ക്കുക. ഒരു അരമണിക്കൂർ ഇത് അടച്ച് സൂക്ഷിക്കുക. എന്നിട്ട് തലയിൽ നരയുള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകിക്കളയാം. തലയോട്ടിയിലെ പൊടിയെല്ലാം കഴുകിക്കളയാൻ താളി സഹായിക്കും. കൂടാതെ കാപ്പിപ്പൊടിയും എണ്ണയും തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുന്നത് ഇത് തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു.